കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. അതും പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. പൊട്ടറ്റോ ഇമോജി സ്നാക്ക് ആട്ടോ. അപ്പോൾ ഈ ഇമോജി, പലതരത്തിലുള്ള ഇമോജീസ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും അട്രാക്റ്റീവ് ആവും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യമായിട്ട് പൊട്ടറ്റോ ആണ്. 2 പൊട്ടറ്റോ നന്നായിട്ട് വേവിക്കണം കേട്ടോ. പിന്നെ മുളക് പൊടി വേണം, ഉപ്പ് വേണം, അതൊക്കെ ആവശ്യത്തിന് മാത്രം മതി. പിന്നെ 2 സ്ലൈസ് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് പൊട്ടറ്റോ ഇമോജി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒന്നുകൂടെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഉടച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ആ 2 സ്ലൈസ് നമ്മൾ ബ്രെഡ് ക്രംസ് നമ്മൾ ചെയ്ത് വെച്ചിട്ട് അതും ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് ചേർക്കാം. അതിപ്പോൾ 2 അല്ലെങ്കിൽ 3 സ്ലൈസ് ബ്രെഡ് ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം നമ്മൾ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മാത്രം നമ്മൾ ഉപ്പെടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും മാത്രം നമ്മൾ ചേർത്താലും നമുക്ക് മതിയാവും. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ കുഴയ്ക്കാൻ പോവാ കേട്ടോ. നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് കൈ കൊണ്ട് തന്നെ നമ്മൾ കുഴച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. ഇനി നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഈർപ്പൊക്കെ പോയിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ചപ്പാത്തി കല്ലിൽ നമുക്കൊന്ന് പകുതിയായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ ഞാൻ ആദ്യത്തെ പകുതി എടുത്ത് ഒന്ന് പരത്താൻ പോവാണ്. കൈ കൊണ്ട് ആട്ടോ ഞാൻ ആദ്യം ഒന്ന് അമക്കി കൊടുക്കണത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ കോല് യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ കൂടുതലായിട്ട് തിന്നായിട്ട് നമുക്ക് പരത്താൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ഞാൻ കൈ കൊണ്ട് എടുത്തൊന്ന് പരുവാക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കോല് എടുക്കാം. ഒരു 1 ഇഞ്ച് തിക്നെസിന്റെ രീതിയിലാട്ടോ നമ്മൾ പരത്തിയെടുക്കാൻ പാടുള്ളൂ. ഇത്രയും മതി നമുക്ക് പരത്തല്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിന്റെ ഡബ്ബയുടെ അടപ്പ് ഉണ്ടാവില്ലേ, ആ ഡബ്ബയുടെ ആ മുകളിലത്തെ അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും ഒരു ചെറിയൊരു സൈസിന്റെ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും ചെറുതോ ഇതിനേക്കാളും വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സർക്കിൾ ഷേപ്പ് നമുക്ക് കിട്ടണമെന്നേ ഉള്ളത്. ഇപ്പൊ ഏത് സൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം തന്നെ ചെയ്യണം. ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ ഇമോജീസ് എന്നൊക്കെ പറയണത് എപ്പോഴും സർക്കിളിലൊക്കെ തന്നെയല്ലേ വരുള്ളൂ. ഇപ്പോൾ പല പല ഷേപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ട്രയാങ്കിൾ ഏതൊക്കെ രീതിയിൽ ചെയ്തിട്ടാണെങ്കിൽ അതേ രീതിയിലും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം ചെയ്യാം. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ തന്നെ സർക്കിളിൽ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ കട്ടും മുക്കും വായും ഒക്കെ നമുക്ക് കൊടുക്കാം. ഞാൻ ആദ്യത്തെ 3 എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലൊന്ന് കണ്ണു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിന് പോലെ തന്നെ വായു അങ്ങനെയുള്ള ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, കുറെ ഹാപ്പിയും കുറെ സാഡും അതും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആവില്ലേ, അവർക്കിത് കഴിക്കണം എന്ന് തന്നെ തോന്നും. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാനും ഓയിലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്മൈലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ നേരത്തെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. നമ്മളത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ആ കണ്ണീന്നും അല്ല ആ വായുന്നൊക്കെ ഇങ്ങനെ എണ്ണയുടെ ഇങ്ങനെ വരില്ലേ. അപ്പോൾ നമ്മൾ കുറച്ചൊരു റിയൽ ആയിട്ടുള്ള ഇമോജി ആയിട്ട് തന്നെ നമുക്ക് തോന്നും കേട്ടോ. ആനങ്ങുന്നൊക്കെ പോലെ തോന്നും. ഒരു 2-3 മിനിറ്റ് മാത്രം നമ്മൾ ആ ഒരു ഫ്രണ്ട് ആ ഒരു പോർഷൻ നമ്മൾ വേവിക്കാൻ വേണ്ടി വച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേൺ ചെയ്തിട്ട് അടുത്ത 3 മിനിറ്റ്, ഒരു 6 മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇമോജി സ്നാക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മീഡിയം ഫ്ലെയിമിലേക്ക് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. രണ്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ. അപ്പോൾ നന്നായിട്ട് ഇനിയിപ്പോൾ ടേൺ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ നന്നായിട്ട് മാറി മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മറിച്ചിടാതെ. കണ്ടില്ലേ, കളറൊക്കെ നന്നായിട്ട് മാറി വന്ന് കണ്ടില്ലേ. ഇനി നമുക്കത് എല്ലാം തന്നെ ഇതുപോലെ തന്നെ നമുക്ക് മറിച്ചിടാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാട്ടോ. ഒരു ഏറി വന്ന ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ സ്നാക്ക് റെഡിയാവും.
പെട്ടെന്ന്, അതും 4 ഇൻഗ്രീഡിയൻസ് മതി, കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട. പെട്ടെന്ന് തയ്യാറാക്കി ഒരു 5-6 മിനിറ്റ് കൊണ്ട് എല്ലാം തയ്യാറാക്കി സെറ്റപ്പ് ആക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ നമ്മളെല്ലാം തിരിച്ചിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ ഒരു 3 മിനിറ്റ് ഒന്ന് കിടന്നാൽ മാത്രം മതി മീഡിയം ഫ്ലെയിമിൽ. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ബാച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാട്ടോ ഇത്. അതും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് എണ്ണയിൽ കിടന്ന് തന്നെ അതിൻ്റെ ആ കണ്ണീന്നും അല്ലെങ്കിൽ വായിന്നൊക്കെ ഇങ്ങനെ തിളവരില്ലേ, അപ്പോൾ അത് കിടന്ന് ഇങ്ങനെ ചിരിക്കുന്നതും കരയുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ എനിക്ക് തോന്നും കേട്ടോ. കൂടുതലായിട്ടും നമ്മൾ സാഡ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ഇതല്ല. അപ്പോൾ കുട്ടികൾക്ക് ഹാപ്പി ആയിട്ടുള്ള കുറേ ഇമോജീസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. കണ്ടില്ലേ ഓരോരോ മാറ്റങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഇമോജി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് വല്ലാത്തൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. കുറച്ച് സമയം മതി, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുകയും ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.